നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗികൾക്ക് ആശ്വാസം. മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം. കുടിശ്ശിക ഉടൻ നൽകാമെന്ന് സർക്കാർ. കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം ഇഴയുന്നു. എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. അന്ന് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കിയിരുന്നുവെങ്കിൽ അനു മരിക്കില്ലായിരുന്നു. മുത്തേരി ബലാത്സംഗ കേസിൽ സംഭവിച്ചത്. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. വാർത്തകൾ വിശദമായി. മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം. കുടിശ്ശിക ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയെന്നും മരുന്ന് വിതരണം ഇന്ന് തന്നെ തുടങ്ങുമെന്ന് വിതരണക്കാർ അറിയിച്ചു. കുടിശ്ശിക ഇനത്തിലെ 1 കോടി രൂപ ഇന്ന് തന്നെ അനുവദിക്കും. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കുടിശ്ശികയുടെയും പകുതി ഈ മാസം 22-ന് ലഭിക്കും. ഈ മാസം 31-നുള്ളിൽ 2023-ലെ മുഴുവൻ കുടിശ്ശികയും ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് വിതരണക്കാർ മരുന്ന് നൽകാമെന്ന് സമ്മതിച്ചത്. മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലായിട്ട് ഒരാഴ്ചയിലേറെയായി. മരുന്നില്ലാതെ ഫാർമസി പൂട്ടിയിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാർ അനുകൂല നടപടി എടുക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വിതരണം മുടക്കാൻ വിതരണക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിതരണക്കാരുടെ യോഗം വിളിച്ചു. ജീവൻ രക്ഷാ മരുന്ന് വിതരണക്കാരും സ്റ്റെന്റ് വിതരണക്കാരും യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് കുടിശ്ശിക തുക വേഗത്തിൽ നൽകാൻ തീരുമാനമായത്. കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായി ED കോടതിയിൽ പറഞ്ഞു. സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ കോടതി ഇടപെടലുണ്ടായി. രജിസ്ട്രാർ കോടതിയെ സമീപിച്ച് സമൻസിൽ സ്റ്റേ നേടി. സ്റ്റേ നീക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് ED വ്യക്തമാക്കി. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. കേസിൽ അന്വേഷണം നേരിടുന്ന അലി സാബ്രി നൽകിയ ഹർജിയിലാണ് പരാമർശം. അലി സാബ്രിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് ED വ്യക്തമാക്കി. മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുന്നു. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 സഹകരണ ബാങ്കുകളും അന്വേഷണം നടക്കുന്നുണ്ട്. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ EDക്ക് കോടതി നിർദ്ദേശം നൽകി. തനിക്ക് നീതി കിട്ടിയില്ലെന്നും അന്ന് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കിയിരുന്നുവെങ്കിൽ പേരാമ്പ്ര നെച്ചാട് സ്വദേശിനി അനു കൊല്ലപ്പെടില്ലായിരുന്നെന്നും മുത്തേരി ബലാത്സംഗ കേസിലെ അതിജീവിത. താൻ നേരിട്ടത് ക്രൂരമായ ബലാത്സംഗമാണെന്നും മുജീബ് റഹ്മാനെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടതെന്നും അതിജീവിത പറഞ്ഞു. മുഖത്ത് എന്തോ മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷമാണ് ബലാത്സംഗം ചെയ്തതെന്ന് മൊഴി. കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും ചോദിച്ചപ്പോൾ അത് പറയേണ്ട എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞുവെന്നും അതിജീവിത വെളിപ്പെടുത്തി. പേരാമ്പ്ര അനു കൊലപാതക കേസിലെ പ്രതിയായ മുജീബ് റഹ്മാനാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച മുക്കം മുത്തേരി ബലാത്സംഗ കേസിലെ പ്രതി. വയോധികയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന സംഭവമാണ് മുത്തേരി കേസ്. 2020 ജൂലൈ മാസമായിരുന്നു മോഷ്ടിച്ച ഓട്ടോയിലെത്തിയ മുജീബ് റഹ്മാൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്ന വയോധികയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആക്രമിച്ച ശേഷം കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്നത്. അന്ന് അറസ്റ്റിലായ മുജീബ് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും കൂത്തുപറമ്പിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ഈ കേസിൽ 1.5 വർഷത്തോളം റിമാൻഡിലായിരുന്നു പ്രതി. കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ചുവെങ്കിലും വിചാരണ വൈകിയതിനാൽ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. മുത്തേരിക്ക് സമാനമായ രീതിയിലുള്ള കൊലപാതകമാണ് പ്രതി പേരാമ്പ്ര നെച്ചാടും നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-ന് തുടങ്ങാനിരിക്കെ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെയാണ് നീക്കിയതെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതുകൂടാതെ മിസോറാമിലെയും ഹിമാചൽ പ്രദേശിലെയും പൊതുഭരണ വകുപ്പ് സെക്രട്ടറിമാരെയും നീക്കിയിട്ടുണ്ട്. പെട്ടെന്നുള്ള നടപടിക്ക് പിന്നാലെ കാരണത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കാനും വോട്ടെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത നിലനിർത്താനുമാണ് നടപടിയെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് 3 വർഷം പൂർത്തിയാക്കുകയോ സ്വന്തം ജില്ലയിൽ ഉള്ളവരോ ആയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന് കമ്മീഷൻ എല്ലാ സംസ്ഥാന സർക്കാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ അക്രമം കുറയ്ക്കുകയുമാണ് ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.